നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് നല്ല ചായ ഇത്. ഞങ്ങളുടെ വീട്ടിലെ സെർവൻസും ചായ ഉണ്ടാക്കും, പക്ഷേ കൊള്ളില്ല. യാമിനി ചെറിയമ്മ ഉണ്ടാക്കുന്ന ചായയായിരുന്നു എന്റെ ഫേവറേറ്റ് ചായ. പക്ഷേ ഇനി മുതൽ ഇതാണ് എന്റെ ഫേവറേറ്റ്. രാധമ്മ എന്ത് ചേർത്തിട്ടാ ഈ ചായക്ക് ഇത്രയും സ്വാദ്? സ്നേഹം. സ്നേഹോ? ആ അതെ, സ്നേഹം തന്നെ. ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ചായക്കിടാൻ മധുരയില്ലെങ്കിൽ ചായ ഇട്ട് തന്നിട്ട് അമ്മ ഞങ്ങളോട് പറയും, മോനെ മക്കളെ, ഇത് മധുരയില്ലാത്ത ചായയാണ്, പക്ഷേ അമ്മ ഇതില് സ്നേഹം ചേർത്തിട്ടുണ്ടെന്ന്. അപ്പൊ ആരാണോ ആദ്യം ചായ കുടിച്ച് തീർക്കുന്നത് അവർക്കായിരിക്കും അമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഞാനും ചേച്ചിയും ശ്രീയും കൂടി മത്സരിച്ചങ്ങ് ചായ കുടിക്കും. പോടാ അവിടുന്ന്. ശരിയാ, അമ്മമാര് സ്നേഹത്തോടെ തരുന്നതിനെല്ലാം ഇതുപോലെ സ്വാദായിരിക്കും അല്ലേ രാജു? ഞാനിതുവരെ എന്റെ അമ്മയെ കണ്ടിട്ടുമില്ല, അമ്മ ഉണ്ടാക്കിയതൊന്നും കഴിച്ചിട്ടുമില്ല. അയ്യോ, രാധമ്മ വിഷമിക്കണ്ട. രാധമ്മ ഉണ്ടാക്കി തന്ന ആഹാരവും ഈ ചായയൊക്കെ കുടിക്കുമ്പോഴാ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിന്റെ സ്വാദ് എന്താണെന്ന് മനസ്സിലാവുന്നത്. താങ്ക്സ് രാധമ്മേ. ആ ഗ്ലാസ് ഇങ്ങ് തന്നേക്ക് മോളെ. അത് മാഡം, ഗ്ലാസ് അമ്മയുടെ കയ്യിൽ കൊടുക്ക്. രാജു ഇതിൽ ഇടപെടണ്ട. ഞാൻ ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെക്കാനൊക്കെ എനിക്കറിയാം. അല്ല, എന്താ മോളെ ഈ പറയുന്നത്? മോൾ ഗ്ലാസ് കഴുകാനോ? അതൊന്നും വേണ്ട. അതെന്താ ഞാൻ ഗ്ലാസ് കഴുകിയാല്? രാധമ്മ എന്നെ മോളെ പോലെയല്ലേ കാണുന്നത്? അതെ. അപ്പൊ ഈ മകൾക്ക് ഇവിടുത്തെ കിച്ചണിൽ കയറി ചായ കുടിച്ച ഗ്ലാസ് കഴുകാനുള്ള അവകാശം പോലും ഇല്ലേ? ഈ കുട്ടി രാധമ്മമാർക്ക് കൊട്ടാരത്തിലെ രാജകുമാരിയാ, എന്നാലും എന്തൊരു എളിമയാ. ഋതികമ്മയുടെ ഒരു പാവണമേ. പാവം മാഡത്തിന് അമ്മയുമില്ല. വർമ്മ സാറാണെങ്കിൽ ഋതിക മാഡത്തിനോട് ഒരു അടുപ്പവും സ്നേഹവും കാണിക്കുന്നുമില്ല. പാവം രാജു, വർമ്മ സാറ് ഋതിക മോളെ നിന്നെ ഏൽപ്പിച്ചു വിടണോന്നുണ്ടെങ്കിൽ നിന്നോട് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാ. കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ആ കുട്ടിയെ കാത്തോളണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.